ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നല്ല അടിപൊളി ചിക്കൻ കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താണ് കേട്ടോ എല്ലാവരും കാണുവാനായിട്ട്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരീൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ ഞാനിപ്പോൾ അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവയൊക്കെ എല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള വാടുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് സ്പീഡായിട്ട് എടുത്തിട്ടുണ്ട്, കാരണം ഇത് വഴറ്റണത് ആദ്യം ഒരുപാട് ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് വാടുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇപ്പം 100 ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അതും പിന്നെ ഇതേപോലെ 7 പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവുള്ള മുളകാണ്, അപ്പോൾ 7 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു പച്ചപ്പ് മണം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാത്തിനും വഴറ്റുമ്പോൾ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വലിയ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ ഇപ്പോൾ ഈ ഫസ്റ്റ് ടൈമിൽ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളിൽ ഏറ്റവും കുറച്ച് മൂത്ത് കിട്ടാനായിട്ട് പാടുള്ളത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ടാണ് ഞാൻ 7 എണ്ണം ചേർത്തത്. പിന്നെ എരിവ് വേണമെന്നവരാണെങ്കിൽ നമുക്ക് അതിന് കൂടുതലും മുളക് എടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു 2 ചെറിയ സ്പൂണ് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ മസാലയുടെ ആ പച്ചപ്പ് മണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ ആ ഒരു പച്ചപ്പ് മണമൊക്കെ മാറിയിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുറുക്കി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് കുറുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് എല്ലായിടത്തും മസാല പിടിക്കുന്ന രീതിയിൽ എല്ലാം മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ടാണ്, ചൂടുവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്താൽ അത്രയും നല്ലത്. അപ്പം ഇതേപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ കറി. എന്നിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിൻ്റെ പോരായ്ക ഉണ്ടായിരുന്നു. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ചെറിയ തീയിലൊന്ന് വേവിക്കാം. അപ്പോൾ ഇതേപോലെ ചിക്കൻ കറിയൊക്കെ തിളച്ച് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ പകുതി വേവായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ടാണ് ഞാൻ കറിയും കൂടെ വെക്കാൻ എടുത്തിരിക്കുന്നത്. കറിയും ഫ്രൈ ചെയ്യാനായിട്ടാണ് എടുത്തിരിക്കുന്നത്. കാരണം ഒരു ചിക്കനൊന്നും ഇവിടെ കറി വെച്ച് കഴിഞ്ഞാൽ നമ്മളാരും അങ്ങനെ അധികം കഴിക്കില്ല. ഫ്രൈ ആണ് ഇവിടെ കൂടുതലും ചിലവാകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ഫ്രൈ ആക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതാണ് ലാസ്റ്റ് ഒഴിക്കണ സംഭവം. ഇത് ഒഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിലവർ ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അല്പം ലാസ്റ്റ് ഒരിത്തിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ വീട്ടിലുള്ള മല്ലിയില വെച്ചിട്ട് നമുക്കൊന്ന് അതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നമുക്ക് അയക്കാട്ടോ, മെസ്സേജൊക്കെ ആയിട്ട്.